ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗില്ലേ നേരായിട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് ഇന്നത്തെ വ്ളോഗിൽ സ്റ്റാർട്ട് ആക്കിയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ മാത്രം നല്ലൊരു ഹാപ്പി ന്യൂസും അതേപോലെ സാഡ് ന്യൂസും പിന്നെ നല്ലൊരു ചിക്കൻ ടിക്ക റെസിപ്പിയും നിങ്ങളുടെ ഷെയർ ആക്കുക. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ഇന്നത്തെ ഒരു വ്ളോഗ് ആയിട്ടിരിക്കുക. ബട്ട് ಇನ್ನೊಂದು ಕಿಚನ್ ಒಂದೊತ್ತೆಲ್ಲ ಡೀಪಾയിട്ട് ಕ್ಲೀನ್ ಹಾಕೊಂಡು ವಿಚಾರಿച്ചിട്ട് അങ്ങനെ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തോളില്ല. നല്ല എറുമ്പ് എല്ലാം ಬಂತಿಂತು അപ്പോൾ അതൊന്നും എടുത്തിട്ട് നല്ലൊന്ന് ഡീപ്പായിട്ട് ഓർക്കത്ത് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കിച്ചണിട്ട്. അങ്ങനെ പിന്നെ നിങ്ങളുടെ വിഷയം ഷെയർ ആക്കിക്കൊണ്ട് വരാൻ അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിലുണ്ടുണ്ടല്ലേ ബെയിൽ സെക്കെ ഇങ്ങനെ മീന്തല്ലേ അങ്ങനെ സഡൻലി ഒർക്കല ഇങ്ങനെ മഴ വരുമ്പോൾ കൂടല്ലേ അണ്ടത്തെ ഡേമേ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂലായിട്ടും നല്ലൊരു കൊസിയിലണ്ടത്തെ ഡേ ഉണ്ടല്ലേ സ്റ്റാർട്ട് ആയിട്ട്. അങ്ങനെ ನಾನು എനിക്ക് ಸ್ಟಾರ್ಟಿಂಗ್ ವೀಡಿಯೋಲಿ ಕಾಟಿಯಲ್ಲೇ ಅವತ್ತು ಕೋಳಿಯೆಲ್ಲ ಇಂತು ಉಂಡು ಬಲ್ತ್ರ ಅಪ್ಪ ಮಳೆ ಬಂದು ಕುರಿಯ ನೇರ ಮುನ್ನೋಲುಂಡല്ലേ ಅದು ಹಸ್ಬೆಂಡ್ പിന്നെ എപ്പം അದ್ರ ബുടില്ല പുറത്ത് അന്നത്തെ ഡേ ഉണ്ടല്ലേ പുറത്ത് അದ್ರ ബുട്ടിട്ട് അങ്ങനെ ഡ്യൂട്ടി പോയിട്ട് അങ്ങനെ പിന്നെ ഞാൻ എപ്പം കിടോಗಿ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ടായെങ്കിൽ പുറത്തിങ്ങനെ നിപ്പാട്ടിട്ടുണ്ടല്ലേ അത് കോലിയിൽ ഇങ്ങനെ കാട്ടിത്ത് തെളിജണ്ട് ബായ എങ്കും ബയത്തേക്ക് പോണ്ടു. അങ്ങനെ പിന്നെ ഇതാക്കിയിട്ട് പിന്നെ മലര ആസ്വദിച്ചിട്ടായിട്ട് ഞാനുണ്ടല്ലേ പുറത്ത് നിണ്ടോലും മല കംപ്ലീറ്റ് ആയിട്ട് പോത്തോലും പുറത്തല്ലേ സിറ്റ് ഔട്ടിലേ നിൻ്റെ തിക്കിടാവും ഞാൻ നോക്കിയോ തിന്നാ. അങ്ങനെ ഇങ്ങനെ നോക്കിയോ തിക്കുമ്പോത്തക്കുണ്ടല്ലേ സഡൻലി ഇത്ര ടൈം അയക്കുമ്പോന്നോലും ನಂಗೆ ಕೋಲಿರೋ ಬಿಟ್ಟು ಅಂತಿದ್ದ. ಬಟ್ ಮಲರ್ ಹಿಂಗೆ ಆಸ್ವಾದಿಸಿದ್ದು ಕೊಸೀಲುಂಡಲ್ಲಿ ಈಗ ನಿಂಡತ್ತು നോക്കിയോണ്ടിന് എന്നുവെച്ചാൽ കുറേ ടൈം വെയിൽ ಇಂತಲೇ അങ്ങനെ സഡൻലി ഉറക്കത്തേക്ക് മല ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കൊസി പോലെ അങ്ങനെ ക്ലൈമറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തല്ലേ പിന്നെ എന്തെങ്കിലും കുക്കിംഗ് ആക്കും അങ്ങനത്തെ ഇൻട്രസ്റ്റ് പോലെ അവിടെ ഈ സെക്കൊക്കെ വെച്ചത്ത് കൂടല്ലേ കിച്ചണിക്ക് പോകേണ്ടവർക്ക് ബാൻഡ് ഉണ്ടവರು. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല കൂലായി തിക്കുമ്പോൾ കൊണ്ടല്ലേ എന്തെങ്കിലും ഒരു സൊറാക്കിയിട്ട് എടുക്കും തല ഇൻട്രസ്റ്റ് പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പുറത്തിലിങ്ങനെ നിന്നിട്ട് നോക്കി വയ്ക്കുമ്പോൾ ഒർക്കലെ ബാക്ക് സൈഡിലുണ്ടല്ലോ ഒരു 10 നായാവോ 8 നായി 10 ഇക്കുವ 10 ಆರಮೇ ಇಕ್ಕುವ ಅಂತ ಒರ್ಕಲೆ ಗುಂಪಾയിട്ട് ಬಂತುಂಡಲ್ಲ ಕೋಲಿರ ಬಂತು ಒರ್ಕಲೆ ಬಿಡ್ಸಿತ್ತು ಆಯಂಗ. ಬಟ್ ಕೋಲಿ ಆಯ್ಕೆ ಕಿಟ್ಟಿಲ್ಲ ಅಂತ അതിങ്ങനെ മേലിൽ പാറുമ്പോഴത്തേക്കും ഒരു നായി ಅದರ ಮೇಲೆ പാറിയിട്ട് ബാക്കി നായി കീഴിൽ ಅಂತ അങ്ങനെ ഉണ്ടല്ലേ ಅದ್ರ കൊന്നുത്തു. അങ്ങനെ കണ്ണട ദൂരിലെ കൊന്നുത്തു അത് സീത അതിൽ പിടിച്ചോമ്പോಯ್ತು. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ അത് ദൂരമേ നോക്കിയോ ಅಂತ പിടിച്ചോಅಂತ നായര ബാക്ക് സൈഡെല്ലാം പോയ ನಾನು. ബട്ട് അത് ക്ലിപ്പിങ്ങും നിങ്ങൾക്ക് ഉണ്ടല്ലേ ലാസ്റ്റ് ആഡ് ആക്കി കൊടുക്കുറ നിങ്ങൾക്ക് പിടിച്ചു പോയപ്പോൾ ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല ಅಂತ. പിന്നെ ഉണ്ടല്ലോ അത് ಬೇರೆ ಪ್ಲೇಸಿಗೆ പോയിട്ട് ಅದ್ರ ಕೊಂಪೆ ಉಂಟಿಂತ അങ്ങനെ ಆ ನಾಯರು ಅಪ್ಪರ ಆಟಿತ್ತು ಬಿಟ್ಟು ತಾಂಬೋತು ಅದ್ರ ಜೊತೆಲಿ ಕೋಲಿ ಇನ್ನೊಂದು ನಿಂತಲೆ ಅದೆಂದೈತಿ ಪೇರ್ಚಿತ್ತು ಕೋಲಿರೋ ಗೂಡ್ರ ಮೇಲ್ಪತ್ತಿ ತಿಂತು ಅದು ಮೇಲ್ಪತ್ತಿ ತಾಂಬೋತು. അങ്ങനെ പിന്നെ ജോർ മലം വന്നോ ಇಂತ അങ്ങനെ ಅದರ ഉള്ളിൽ ഗൂട് ഗീടൊക്കെ പോകുമ്പോഴത്തേക്കോ അത് കൈക്ക് കിട്ടിയില്ല ಅಂತ ചെന്നത് ഓൾറെഡി നായിക്കൊമ്പേ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് പിന്നെ ബರೋ കൈ കിട്ടില്ലല്ലേ ചെന്ന് ബുಟ್ಟೆ ಅದೈತೆ ಗೂಡಿಗೆ പോണ്ട് ಕಾಂಡುಂಟು. അങ്ങനെ ಎಲ್ಲ ಆಯಿತು ಸ್ಯಾಡಾಯಿತು ಬೇಜಾರು ಪಲ್ಲಾಯಿತು പോയിത്തല്ലേ കൂടിലേക്ക് ಅಂತല്ലേ ചെന്ത അങ്ങനെ മനസ്സിലായിತು. പിന്നെ ಇನ್ನೊರು ಗೂಡ್ರ ಕೋಲಿರೋ ಬಿಟ್ಟುತ್ತಿಲ್ಲ ಚೆನ್ನಾಗಿ ಜಂಡು ಒಟ್ಟೊಟ್ಟಿಗೆ ಬಿಟ್ಟೆಂಗುಂಡಲ್ಲಿ ಅದು ಗಲಾಟೆ ಹಾಕಿಳ್ದು ಐಕೊಂಡಲ್ಲಿ ഒരു നാൾ ഒന്ന് അങ്ങനെ ആക്കിയിട്ട് ಬಿಡ್ರಿ ಕೋಲಿರೋ. അങ്ങനെ പിന്നെ എന്താ ಗೊತ್ತುಂಟಾ ನೆಕ್ಸ್ಟ್ ನಾನು അങ്ങനെ ಮಲೆಯೆല്ലാം ನಿಂಡಿತ್ತು ಕಂಪ್ಲೀಟ್ ಆಯಿತು ಮಲೆ പോയിട്ട് അതിൽ പിന്നെ അക്കിരോട് കുട്ടി വന്ന് ഉൽക ಬಂತಾകുമ്പോൾ ഒർക്കെല്ലാം സൗണ്ട് കേട്ടിട്ട് ഇതെന്തേ പാടൊർക്കത്ത് നായി വന്നിട്ട് പാടൊർ കോലിರೋ കൊന്നിട്ടിട്ട്. അങ്ങനെ ജണ്ട് കോലി പോയിತು ಇನ್ನುള്ളൂ ജണ്ട് ಕೋಲಿ ಮಾತ್ರ. അങ്ങനെയുണ്ടല്ലേ അതിൻ്റെ ഡേ മാത്രം കൊസീൽ സ്റ്റാർട്ടാക്കിയ. ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ആകുമ്പോഴത്തേക്കും മലയെല്ലാം പോയി നിന്നിട്ടാകുമ്പോഴത്തേക്കും ഉണ്ടല്ലേ കോലിയും പോയിട്ട് അങ്ങനത്തെ ബിസിയാണ്. അതിൽ പിന്നെ ಇನ್ನೊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ബട്ട് തെല്ല് ഗോൾഡ് ഷോപ്പിംഗ് ആക്കുമ്പോണ്ട് അതൊന്നും നിങ്ങളുടെ ഷെയർ ആക്കുക. അതിക്ക് മുന്നേ ഈ ഒരു ടിക്ക റെസിപ്പി എങ്ങനെ ആക്കുക നോക്കാം. അപ്പോൾ ഉടനുണ്ടല്ലേ ഞാൻ 2 ಪೀಸ್ ಚಿಕನ್ എടുത്തോണ്ട ಚಿಕನ್ നല്ല ಕಲ್ಗಿತ್ತು ಕ್ಲೀನ್ ಹಾಕಿ പിന്നെ ಅದ್ರ ಕಂಪ್ಲೀಟ್ ಆಗಿ ತನ್ನಿ ಎಲ್ಲ ಪೋನು ತಣ್ಣೀರ ಅಂಶ ಎಂದಿಕ್ಕೋ ತೀರಾ ಜಸ್ಟ್ ತನ್ನಿ ಇಂತಂಟ ಹೆಂಗೆ ಅದ್ರ വെട്ടാക്കിയിട്ട് എത്തണ്ട ಹೆಂಗೈತಿಲ್ಲ ತನ್ನಿ ಅರಿಯೋಗಿ ಬೆಚ್ಚಿದು ಬಿಟ್ಟಂಟ ಹೆಂಗೈತು തന്നി അരി വെച്ചിട്ട് ആയി പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ തന്നി പോയാൽ പിന്നെ ഉണ്ടല്ലേ ಅದಕ್ಕೆ ഉപ്പും ഇഞ്ചിയും ಬೆಳ್ಳುಳ್ಳಿ പേസ്റ്റ് ഇത് 3 ഐറ്റംസ് ഇട്ടിട്ട് നല്ല അതിലൊന്ന് ಮ್ಯಾರಿನೇಟ್ ആക്കി ತೆಡ್ಕೊಂಡು ಫಸ್ಟಿಗೆ ತೆಲ್ಲ ಉಪ್ಪು ಇಟ್ಟಿട്ട് അതിൽ പിന്നെ ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿയുടെ പേസ്റ്റ് ഉണ്ടല്ലേ അതിട്ടിട്ട് ಮ್ಯಾರಿನೇಷನ್ ആക്കിയിട്ട് ಕೊಡ್ತಾನೆ ಹೆಂಗೈತು.
ಫಸ್ಟ್ ಮ್ಯಾರಿನೇಷನ್ ಉಂಡಲೆ ಇದ್ರೊಂದುಂಡೆ ನಾನು ಲೇಟ್ ಕ್ಲೋಸ್ ಹಾಕಿದ್ದು ಬೇಕ್ರೆ ഒരു എന്തില്ല ചെന്ന ഒരു അരഗಂಟೆ അല്ലാണ്ട് ടൈം ಇಂತಿಟ್ಟಾಗ ഒരു ಗಂಟೆ 2 ಗಂಟೆ ಉಂಡಲೆ അങ്ങനെ ಮ್ಯಾರಿನೇಷನ್ ಹಾಕಿದ್ದು ಫ್ರಿಜ್ಜಿൽ വെച്ചിട്ട് ಬಿಡ್ರು അപ്പോൾ ഫ്രിഡ്ജിൽ ഒന്ന് എടുത്ത് താഴെ പിന്നെ ಅದಕ್ಕೆ ಸೆಕೆಂಡ್ ಮ್ಯಾರಿನೇಷನ್ ಐತಿಕ್ರಿ ಇപ്പം ನಾನು ಹಾಕಿಟ್ಟು ತೋಲೆ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടല്ലേ തൈര് എടുത്തോണ്ട് 1/4 കപ്പ് തൈർക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലേ 2 ടേബിൾ സ്പൂണും അതിൽ പിന്നെ ഗരം മസാല ഉപ്പും അതിൽ പിന്നെ മഞ്ഞൾപ്പൊടി കൂടെ നിങ്ങൾക്ക് ಬೇನಿಂಟಾಗಿ ಗಿಡ ಇಲ್ಲಾಂಟಾಗಿ ಸ್ಕಿಪ್ ಹಾಕೋರು 1 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಕಾರ್ನ್ಫ್ಲೋറും 1 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ರೆಡ್ ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸ್ ഉണ്ടല്ലേ അത് ഇട്ടിട്ട് കൊടുത്തരാം അതിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ ಹತ್ರ വിനേഗറും അതിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ ಹತ್ರ ಇದಕ್ಕೆ ಆಯಿಲ್ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ಕೊನು ಇದು ಇತ್ತರ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಿತ್ತು നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കರು അപ്പോൾ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഫസ്റ്റ് മ്യാരിനേഷൻ ആക്കിയിട്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടರೆ അപ്പോൾ ഈ സെക്കൻഡ് ಮ್ಯಾರಿನೇಷನ್ಗೆ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പിട്ട് കൊടുത്തേത് ഉപ്പಂತೂ ಮಾತ್ರ ಇಡೋಣ ಎಂಚದಂಗೆ ತೈರ್ നല്ല പുളി ಇಕ್ಕರಲೆ അപ്പോൾ ಆ ತೈರ್ಗೆ ಬ್ಯಾಲೆನ್ಸ್ ಆವನೋ ಟೈಮ್ ಉಪ್ಪು ಬೇನೆ അപ്പോൾ ഇവിടെ നോക്കൂ രണ്ടാമത്തെ ಮ್ಯಾರಿನೇಷನ್ ನಾನು ಫ್ರಿಜ್ಜಿൽ എടുത്ത് കൊടുത്തിತ್ತು ಅದಕ್ಕೆ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಾವಿಲ್ಲ അപ്പോൾ ഇവിടെ ನಾನು നിങ്ങൾക്ക് ಫಸ್ಟ್ ಚೆನ್ನಲೆ ಚಿಕನ್ ಕಂಪ್ಲೀಟ್ ಆയിട്ട് ತನ್ನಿ ಎಂದಿ ಪೋಂಚಂದಂಟಾಂಗ இப்போ நாங்கள் ಮ್ಯಾರಿನೇಷನ್ ಹಾಕಿದ್ದು ಫ್ರಿಜ್ಜಿൽ വെച്ച് ತಿಕ್ಕರ ತನ್ನಿ പോയിട്ടില്ലാണ്ടായെങ്കിൽ ಆ ಮ್ಯಾರಿನೇಷನ್ ಹಾಕಿಟ್ಟು ಬೆಚ್ಚಪ್ಪ ಅದು ಕಂಪ್ಲೀಟ್ ಆಯ್ತು ತನ್ನಿ ಬಿಡ್ರು ತನ್ನಿ ಬಿಟ್ಟಂಟಾಯಂಗೆ ಅದರ ಮಸಾಲೆರ ನೇರ ಇತ್ತುಂಡಲ್ಲಿ ಟೇಸ್ಟ್ ಆ ತನ್ನಿಲಿಕ್ಕರು ಕಂಪ್ಲೀಟ್ ಆയിട്ട് ಚಿಕನ್ಗೆ ಬಲ್ಚಿ പിടിക്കില്ല അതുകൊണ്ടു ചിക്കനിൽ തണ്ണീർ അംശം ഇക്കോഗേ തീരണങ്ങ ഫസ്റ്റ് അതിൽ ക്ലീൻ ആക്കിയിട്ട് എടുത്തതായ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്തിക്കും ചിക്കൻ അതിൽ പിന്നെ ಅದಕ್ಕೆ ಮ್ಯಾರಿನೇಟ್ ಹಾಕೋಣ ಸ್ಟಾರ್ಟ್ ಹಾಕೋಣ അങ്ങനെ അപ്പോൾ ഇടുന്നുണ്ടല്ലേ ചന്ത മസാലയുടെ എല്ലാ സൈഡിಗೂ ಬಂಡ പോലെ നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് ಕೊಟ್ಟಿದ್ದು ಕಿಂಗ್ ರ್ಯಾಪ್ ಇಟ್ಟು ರ್ಯಾಪ್ ಹಾಕಿತ್ತು ಇದೊಂದು ನಾನು ಫ್ರಿಜ್ಜಿൽ വെച്ചിട്ട് ಬಿಟ್ಟು ತಿಕ್ಕಿರ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ನೋಕರು നല്ല ಚಿಕನ್ಗೆ ಮಸಾಲೆ ಎಲ್ಲ ಬಲ್ಚಿ ತಿಕ್ಕಿಟ್ಟಿರು അപ്പോൾ ബൗളിൽ ಇಂತಿನ ടൈം ജസ്റ്റ് ചിക്കನ್ಗೆ ಒಂದು ಒರ್ಕತ್ತದು ಮಾತ್ರ ನಾನು ಉಂಡಲೆ ഇങ്ങനെ എയർ ഫ്രയറിൽ വെച്ചിട്ട് എയർ ഫ്രയರ್ಗೆ ಎಲ್ಲ ಆಯಿಲ್ ಸ್ಪ್ರೆಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾರೆ ഒരു 1 ടേബിൾ സ്പൂൺ ಹತ್ರ ಮಾತ್ರ പിന്നെ എയർ ഫ്രയರ್ಗೆ ಡೀಪ್ ಆಯ್ತು ಫ್ರೈಗೆ ಆಯಿಲ್ ಎಂದು ಇಡೋಣುಂಟಿಲ್ಲ അപ്പോൾ ಇದು ನಾನು എയർ ಫ್ರಯರ್ ಹಾಕಿವಲ್ಲ ನಿಂಗೆ ಎಯರ್ ಫ್ರಯರ್ ಇಂತ್ಲಾಂಟಾಂಗ್ ನಿಂಗೆ ನಾರ್ಮಲ್ ಆಯ್ತು ತವತ್ಲಾದರೂ ಫ್ರೈ ಹಾಕಿಟ್ಟು ಅದು പിന്നെ എല്ലാവർക്കും തിന്നതല്ലേ ഫ്രൈ ആക്കി തിരക്കും അപ്പോൾ ഫസ്റ്റ് എന്താക്കുക എന്ന് വെച്ചാൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് അങ്ങനെ ಬೇಯ್ಕ್ರಾಂಟ್ പിന്നെ എന്താ ಬೇರ್ಚಿಸಿದಂಟಾಂಗ ನಮ್ಮತ್ತು ಕಿಡವು ಮಪ್ಪ ಆ ಟೈಮಲ್ಲಿ ಬುಲ್ಪಿಡೋಕೆ ಸ್ಟಾರ್ಟ್ ಆಕ್ಯ ತೆಲ್ನಾರ ಬಿಟ್ಟು ನಮ್ಮತ್ತು ನಾನು ಎಂತ ಹಾಕ್ಯ 180 ಇನ್ನಾದರೂ 160 ಡಿಗ್ರಿ ಹಾಕಿ ಅಂಚನೆ ಕಿಡ ವರ್ಕಲ್ಲಿ ಕಿಚನ್ಗೆ ಬರೋಕೆ ಬಿಟ್ಟಿಲ್ಲ ಅಂಟಾಂಗ അങ്ങനെ സ്ലോലി കുക്ക് ആവട്ടുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഫ്രയർ എന്തുണ്ടെങ്കിൽ എത്ര ബെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ട് ഓഫ് ആവും ഞങ്ങൾ ടൈമിങ്സ് വെച്ച് തിക്കറമ്മ അതായിട്ട് ഓഫ് ആവും ഓഫ് ആയിട്ട് ಇಂತ್ಲಾಂಟಾಂಗು ಮಿಡಲ್ ನಂಗೆ ಉಂಡಲ್ಲ ಅದ್ರ ಓಪನ್ ಹಾಕಿತ್ತು ನೋಕೆ ಸಾತಿಗೆ ಫಸ್ಟಿಗೆ ನಂಗೆ ಏ ಟೈಮಿಂಗ್ ಬೆಚ್ಚಿ ತಿಕ್ಕರು ಆ ಟೈಮಿಂಗ್ಗೆ ಅದು ಸೆಟ್ ആയി തിക്കറ് പിന്നെ കൊറിയാൽ എയർ ഫ്രയർ റെസിപ്പി അങ്ങനെ എയർ ഫ്രയറിൽ അങ്ങനെ യൂസ് ആക്കി താക്കറെല്ലാം കേൾക്കറല്ലേ അത് കഴിച്ചല്ലേ ನಾನು പിന്നെ എയർ ഫ്രയറിൽ എന്താ ಗೊತ್ತಿಲ್ಲ ಇದು ഇപ്പോൾ ನೋಕರು ಮಿಡಲ್ ಓಪನ್ ಹಾಕಿತ್ತು ನೋಕೆ ನಾನು ಹತ್ರ ಆಗುತ್ತದೆ ಫ್ರೈ ಆയിട്ട് ಇನ್ನತ್ಲ ಅಂತ ಪಾಡಾಗ ಅದ್ರ ಕ್ಲೋಸ್ ಹಾಕಿತ್ತು ಬೆಚ್ಚಿತ್ತು ಬಿಟ್ಟಿತ್ತು ಅಲ್ಲಿ പിന്നെ 160 ಡಿಗ್ರಿ ಹಾಕಿಯಪ್ಪ ಇದು ನಾನು ಹಿಂಗೆ ಕಾಟಿ ಅಂತಲೇ ಅಂದರೆ ಪಾಡೋರ್ಕತ್ತು 6 ಮಿನಿಟ್ ಇನ್ನೂ ಪೆಂಡಿಂಗ್ ಉಂಡು ಅಪ್ಪ ಈ ಟೈಮಲ್ಲಿ ಆ ಚಿಕನ್ ಒಂದು ಇರ್ತದೆ ನಾನು ಜಸ್ಟ್ ಇನ್ನೊಂದು ಸೈಡ್ ಕುಕ್ ಹಾಕಿ ತಿರ್ತಾವಲ್ಲ അപ്പോൾ 2 സൈഡും നല്ല തെല്ല ക്രിസ്പി പലാവട്ടൊച്ചു അപ്പോൾ ചിക്കൻ ഒന്ന് ഈ ടൈമിൽ കുക്കായിരു ಬಟ್ ಅದು ಕ್ರಿಸ್ಪಿನೆಸ್ ಬಂದಿಲ್ಲല്ലേ ಆ ഒരു ಕ್ರಿಸ್ಪಿನೆಸ್ ಅದಕ್ಕೆ ಬರ್ಟಿച്ചു ಅಂತಂದಲೆ ಪಾಡೋರ್ಕತ್ತ ನಾನು ಇರ್ತದೆ ಇದಾಕಿ ಅಂತಲೇ അപ്പോൾ ನೆಕ್ಸ್ಟ್ ಎಂದ್ರಾಕಿ ಹಚ್ಚಂದಂಟಾಂಗ ಬಾಕಿ ಇನ್ನ ಬೌಲ್ಡ್ ಮಸಾಲೆ ಇಂತಲೇ ಅದುಂತೆಲ್ಲ ಅದಕ್ಕೆ ಇಟ್ಟಿತ್ತು ಪಾಡೋರ್ಕತ್ತ ನಾನು ಫ್ರೈ ಹಾಕಿಟ್ಟಿರ್ತಾರೆ ಬಟ್ ಅದು ಡೀಪ್ ಆಯ್ತು ಕಾಟ್ರ ಬ್ಯಾಂಡಸ್ ಅಂತೂ ಅವರು ಇದ್ರು ಸ್ಕಿಪ್ ಹಾಕ್ಯ ನಾನು ಹತ್ತರಮೇ അങ്ങനെ അപ്പോൾ ചിക്കൻ ടിക്ക ಅಂತೂ ರೆಡಿ ಇರು ಅದಕ್ಕೆ ನಾನು ಕಾಂಬಿನೇಷನ್ ಗೊಂಡಲೆ ಕುಬ್ಬೂಸ್ ಹಾಕಿ ತಿನ್ನೆ ಬಟ್ ಅದರ ರೆಸಿಪಿ ನಾನು ಶೇರ್ ಹಾಕಿಟ್ಲೆ ಎಂದು ಚೆಂದಂಟಾಂಗ ಆಲ್ರೆಡಿ ನಾನು ಕುಬ್ಬೂಸ್ರ ರೆಸಿಪಿ ಶೇರ್ ಹಾಕಿರೆ ನಿಂಗೆ ಆರ್ಗಾಯಿ ಕುಬ್ಬೂಸ್ರ ರೆಸಿಪಿ ಬೇರೆ ಟೈಮ್ ಕುಬ್ಬೂಸ್ ರೆಸಿಪಿ ಕಮೆಂಟ್ ಹಾಕೋರು എന്തായാലും ಡೆಫಿನೆಟ್ಲಿ ನಾನು ನಿಂಗೆ ಶೇರ್ ಹಾಕಿರ್ತಂದೆ ಅಲ್ಲಿ പിന്നെ മയോനീസ്ರ ರೆಸಿಪಿ മതേപോലെ അതും ನಾನು ಶೇರ್ ಹಾಕಿಟ್ಲೆ ಅಂತ ಆಲ್ರೆಡಿ ಶೇರ್ ಹಾಕಿರല്ലേ ಅಂತ അങ്ങനെ പിന്നെ ബിസി എന്തിച്ചെന്നിട്ടാങ്കിൽ ജാവു ഒരു 8 o'clock ടൈം ആകുമ്പോഴത്തേക്കൊണ്ടല്ലേ ഉടുപ്പി പോയിട്ടിന്ന ഷോപ്പിംഗ് ഒക്കെ ಹೋಗಿಂತ ತೆಲ್ಲು അപ്പോൾ ഈ ഷോപ്പിംഗ് ഒക്കെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്ററുടെ ആനിവേഴ്സറി ಅಂತ അപ്പോൾ నాకు ഒരാളുണ്ടല്ലേ ഗിഫ്റ്റ് കൊടുക്കുക ചെന്നിട്ട് അങ്ങനെ പേരുണ്ടല്ലേ ഞാൻ ഗിഫ്റ്റ് അറേഞ്ച് ആക്കുകൊണ്ടല്ലേ ഉടുപ്പി പോയിരെ നേരെ ഇತ್ತು അവിടെ പോകുമ്പോൾ സുൽത്താൻ ഗോൾഡ് പോകണമെന്ന് വിചാരിച്ചിട്ടിന്ന അവിടെ ക്ലോസ് ആയിತಿಂತು ಅಲ್ಲಿ പിന്നെ മലബാറും ക്ലോസ് ആയിತಿಂತು ಎಲ್ಲ ಕ್ಲೋಸ್ ಆಯ್ತಿಂತು ಲಾಸ್ಟಿಗೆ ಕಲ್ಯಾಣ್ ಜ್ಯುವೆಲ್ಲರ್ಸ್ ಓಪನ್ ಇಂತು ചെന്തണ്ടല്ലേ അവിടെ പോയിട്ടാകുമ്പോഴത്തേക്കും അവിടെ ನಕ್ಕು നേരെ ತೆಡ್ಕೊ ಇನ್ನು ಸೆಕೆಂಡ್ ಸ್ಟಡ್ ಉಂಡല്ലേ ಅದು ಬಟ್ ಆ ಸ್ಟಡ್ എടുക്കുമ്പോൾ അവിടെ എന്താ ಗೊತ್ತಿಲ್ಲ ಸಿಂಗಲ್ ಪೀಸ್ಗೆ ಮಾತ್ರ ಬೇರೆ ಸಪ್ರೇಟ್ ಆಯ್ತು ഇങ്ങനെ പ്രൈസ് ഇട്ട് വെച്ചിരോ നമുക്ക് ഗോൾഡ് ഈ ചെന്നിട്ടാങ്കിൽ ഞങ്ങളതിലുണ്ടല്ലേ ഇങ്ങനെ ഇപ്പോൾ ഡബിൾ ആയിട്ട് എടുക്കുക ബട്ട് ಬೇರೆ ಜಾತಿ ಇರೋದಿಲ್ಲ ಹಂಗೆ ಸಿಂಗಲ್ ಸ್ಟಡ್ ಯೂಸ್ ಹಾಕ್ರಾರಲ್ಲೇ പിന്നെ
മൂക്കുത്തി ಐತೆಲ್ಲ ಯೂಸ್ ಹಾಕ್ರಾರಲ್ಲಿ ಮೇ ಬಿ അങ്ങനെ ಐತಿಕ್ಕು ಅದು ಸಿಂಗಲ್ ಸ್ಟಡ್ അങ്ങനെ ಇಟ್ಟಿಟ್ರೆ ಬಟ್ ನಂಗೆ അവിടെ പിടിച്ചിട്ടില്ല ಅಂತ അങ്ങനെ പിന്നെ ನಾನು ಇದು ಕಾಟಿಯೊಂದು ತುಲೆ ಉಂಡಲೆ ನೆಕ್ಸ್ಟ್ ಡೇ ಪಾಡೆ ಉಡುಪಿ ಪೋಣಲೆ ಚೆಂತ പിന്നെ ಕಾಪುಲ್ ಮಬ್ರಾರ್ ಗೋಲ್ಡ್ ಉಂಡಲೆ ಅವಿಡೆಗೆ ವಿಸಿಟ್ ಹಾಕಿ അവിടെ നോക്കുമ്പോഴത്തേക്കും നല്ല നല്ല കളക്ഷൻസും മീന്ത് കൊസിമ്മായിട്ട് അവിടുത്തെ കളക്ഷൻസ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ പിന്നെ അവിടെ ഗോൾഡ് ചെയ്ത് വേനത് ചൂസ് ആക്കിയിട്ടായ പിന്നെ കുറേ നണ്ടുണ്ടല്ലേ യൂട്യൂബർ പേയ്മെൻറ്റ് വന്നതും മീന്ത് അതിൽ പിന്നെ കുറേ സേവിങ്സും മീന്ത് ആക്കി വെച്ചത് അതെല്ലാം ഇട്ടിട്ട് നല്ലതായിട്ടൊരു സേവിങ്സിലുണ്ടല്ലേ എന്തെങ്കിലും ഗോൾഡ് എടുക്കാണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ ഉണ്ടല്ലേ റിങ്സ് നോക്കിയൊന്നുമില്ലേ അതിൽ എനിക്ക് ഇഷ്ടമായ ഒരു ജണ്ട് റിംഗ് ഉണ്ടല്ലേ എടുത്തോണ്ടിട്ട് ഷോപ്പ് ആക്കിയിട്ട് അങ്ങനെ ಬಂದ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ബട്ട് ഇത് നോക്കുമ്പോൾ ഇതിലൊരു സ്റ്റോൺ ഉണ്ടല്ലേ മിസ്സായി തിന്നിട്ട് പിന്നെ അങ്ങോട്ട് ചെന്നേ സ്റ്റോൺ ഇല്ല അതിലുണ്ട് പിന്നെ അവിടുത്തെ കളക്ഷൻസ് കാണുമ്പോൾ എന്താ വീഡിയോ ആക്കാണ്ടിരിക്കാൻ മനസ്സാവില്ലല്ലേ അങ്ങനെ പിന്നെ ആക്കിയത് എങ്ങനത്തെ കളക്ഷൻസ് വേറെ ഉണ്ട് ബട്ട് ನನಗೆ ಎಲ್ಲ വീഡിയോ ആക്കുക പോയിട്ടില്ല ಅಂತ ಬಟ್ ನಾನು എടുത്ത ಈ ರಿಂಗ್ ഉണ്ടല്ലേ ഇജ്ജൻ്റെ ആയിട്ടിരിക്കുക അപ്പോൾ ഇജ്ജൻ്റെ ഇഷ്ട ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ട ചെയ്തിട്ട് കമൻറ്റ് ആക്കി ചൊല്ലുറാവുക അതേപോലെ ഇതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് ആയിട്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും ടിക്ക റെസിപ്പി മിസ്സാക്കണ്ട ഇതിൻ്റെ വ്ളോഗ് ഇഷ്ട ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട അതേപോലെ സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ആക്കി കൊണ്ടല്ലേ മാത്രം നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ മാത്രം എത്രയത് അപ്പോൾ എന്തായെങ്കിലും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊട്ടും ഷെയർ ആക്കി കൊടുക്കുറു അപ്പോൾ ഈ വീഡിയോ ഇഷ്ട ആയിട്ടെന്ന് വിചാരിക്കുക അപ്പോൾ എന്തായെങ്കിലും കമൻറ്റിൽ മെൻഷൻ ആക്കുക മറക്കണ്ട അതേപോലെ ലാസ്റ്റ് ನಾನು ನಿಂಗೆ ಕಾಟಿಯಲ್ಲೇ ಸ್ಟಡ್ ನಾನು ಊಡೆ ಬಂತು ಎಡ್ತಿಟ್ಟಿನೋ ಈ ಸ್ಟಡ್ ಐತಿಕ್ರೆ ಅಪ್ಪ ಇಂಡತ್ತ ಬ್ಲಾಗ್ ಉಂಡಲೆ ಜಸ್ಟ್ ಊಡೆಗೆ ನಾನು ಎಂಡಾಕ್ರೆ ನೆಕ್ಸ್ಟ್ ಇನ್ಶಾಲ್ಲ ಆಯ್ತಾರೆ പുതിയ റെസിപ്പീസ് ഇടോക്ക് ട്രൈ ആക്കറെ അപ്പോൾ ആർക്കെല്ലാം നോട്ടിഫിക്കേഷൻ വീഡിയോ തവണ്ടില്ല അങ്ങൊന്നുണ്ടല്ലോ ജസ്റ്റ് സബ്സ്ക്രൈബ് ആക്കിയാൽ പിന്നെ അവിടെ ബെൽ ബട്ടൺ ഉണ്ടല്ലേ അതിൽ ഓൾ ചെൽഡ് ഓപ്ഷൻ ക്ലിക്ക് ആക്കിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ ಬಂದೆತ್ರೆ